ഹലോ, ഷംഭു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഓർക്കിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ കുറച്ച് ഓർക്കിഡ് സ്റ്റെമ്മ് മുറിച്ച് ഒന്ന് ചകിരിച്ചോറിൽ പാകിയതാണ്. അത് കണ്ടില്ലേ, നല്ലവണ്ണം വളർന്നു. അതിൽ നിന്ന് തൈകളെടുത്ത് നമുക്ക് നടാറായിട്ടുണ്ട്. ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ചകിരിച്ചോറിൽ പാകിയിരിക്കുന്നതും മറ്റൊന്ന് ഇതുപോലെ പോട്ടി മിക്സ്, അതായത് കരിക്കട്ടയും ചകിരിച്ചോറിനകത്ത് ഇതുപോലെ നട്ടുവെച്ചതാണ്. അതും കണ്ടില്ലേ, വേരൊക്കെയായി. മറ്റേതിന് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കമ്പ് ഞാനിങ്ങനെ രണ്ട് രീതിയിൽ അത് മുറിച്ചതാണ്. അതിൻ്റെ മണ്ടയാണ് വെച്ചത്. പക്ഷേ അതിൽ വേര് പിടിച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വേര്, അതിന് വേര് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെമ്മ്, ഇത് കണ്ടില്ലേ, അവിടെ ഈ ഭാഗത്താണ് ഒരു കിക്കീസ വന്നിരിക്കുന്നത്. അതിൻ്റെ വേരൊക്കെ നല്ല ശക്തിയായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഇതിൽ നിന്ന് മുറിച്ച് മാറ്റുന്നില്ല. ഇത് വേര് ഇപ്പോൾ താഴോട്ട് ചകിരിയിൽ ചെന്ന് പിടിച്ചുകൊള്ളും. ഇതിനും വേര് വന്നിട്ടുണ്ട് നന്നായിട്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാനിന്നൊന്ന് പറയുന്നത്. ഇത് വെറുതെ ചകിരിച്ചോറിൽ ഞാനിങ്ങനെ അടുക്കി വെച്ചതാണ്. അതിന് ഞാൻ എങ്ങനെയാണ് ഇതിൽ കിക്കീസ് വന്നതെന്നും അതിന് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതും എങ്ങനെയുള്ള സ്റ്റെമ്മാണ് ഞാൻ മുറിച്ചെടുത്തത് എന്നുള്ളത് ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ലേ, സ്യൂഡോമോണസ് ഒന്ന് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുക. ഇതൊന്ന് തൂത്ത് കൊടുക്കുക. അതുപോലെ ഇവിടെയും ഒന്ന് മുറിച്ചെടുത്ത സ്റ്റെമ്മാണ് ഇത്. ഒരു 3 മുട്ട് വെച്ചിട്ട്, ഇതുപോലെ 3 മുട്ട് വെച്ചിട്ട് ഞാനൊന്ന് മുറിച്ച് മാറ്റുകയും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയുമാണ്. ഇനി ഇതിൻ്റെ ഈ 2 സൈഡും നമ്മുടെ ഫംഗിസൈഡിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇത് സ്യൂഡോമോണസ് ഒന്ന് കൂടുതലായിട്ട് ലിക്വിഡാക്കിയിട്ടില്ല, ഒന്ന് ചാലിച്ച് വെച്ചിരിക്കുക. ഇത് രണ്ടും ഒന്ന് മുക്കി വെക്കുക. ഏത് ഫംഗിസൈഡിനാണ് കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ചങ്ങ് ചെയ്താൽ മതി. ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചിപ്പോൾ നമുക്ക് കൂടുതൽ ഒരു 4-5 ചെടികളേ ഉള്ളൂ എങ്കിൽ നമുക്കിതുപോലെ ഇലയില്ലാതെ നിൽക്കുന്ന സ്റ്റെമ്മ് എടുത്ത് തൈകൾ വെക്കാം. അതല്ല നമുക്ക് ഇല കൂടുതൽ സ്റ്റെം അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇലയോട് കൂടിയ സ്റ്റെം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഒരേ കളറുള്ളതാണെങ്കിലും കൂടുതൽ ചട്ടികളിൽ പിടിപ്പിച്ചാൽ പൂത്ത് നിൽക്കുമ്പോൾ അതൊരു ഭംഗിയല്ലേ. നമുക്കിഷ്ടം പോലെ കിക്കീസ് ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഞാനതിലെടുത്തിരിക്കുന്നത് കുറച്ച് തൊണ്ടിൻ്റെ ചകിരിയാണ്. ഞാൻ തൊണ്ട് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ പുളി ഒന്ന് കളഞ്ഞിട്ട് വെക്കുന്നത്. അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള ചകിരിയാണ്. ഈ ചകിരി ഞാൻ ഒന്നുകൂടൊന്ന് നന്നായിട്ട് ഇങ്ങനെയൊന്ന് പിച്ചിയെടുത്ത് ഇതേ രീതിയിലാക്കും, ഇതേപോലെ. അപ്പം ഈ എടുത്തിരിക്കുന്നതെല്ലാം ആ രീതിയിലൊന്ന് ചെയ്യട്ടെ. എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. ഇതാണ് സ്യൂഡോമോണസ്. ഞാൻ ചകിരിയെല്ലാം ഒന്ന് പിച്ചി ചീന്തി
എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ബക്കറ്റിൽ കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് കലക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഈ ചകിരിയെല്ലാം ഇതിലൊന്ന് മുക്കി വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റെമ്മ് പാകാനുള്ള ചട്ടിയിലേക്ക് മാറ്റാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന ചകിരിയൊക്കെ നമ്മൾ ഇത് ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ വെറുതെ നമ്മളങ്ങനെ കുത്തി നിറച്ച് വെക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ചട്ടി തിങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വാരി ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് 2 രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഈ പിച്ചിച്ചേന്തി ഇടുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചകിരിച്ചോറിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ചകിരിച്ചോറിലേക്കാൾ ഇങ്ങനെ ചകിരി ഉപയോഗിച്ച് ചെയ്തതിനകത്താണ് കിളിർത്ത് വന്നിട്ട് നല്ല വേരോട്ടം കിട്ടിയിട്ടുള്ളത്. ഇതിനിടയ്ക്കായിട്ടൊക്കെ വേര് നന്നായിട്ടങ്ങ് ഇറങ്ങി വരും. ഇനി നമ്മൾ കണ്ടില്ലേ സ്യൂഡോമോണസിൽ മുക്കി വെച്ചിരിക്കുന്ന സ്റ്റെമ്മാണ് ഇത്. ഇതേ രീതിയിൽ ഇങ്ങനെ അങ്ങ് വെക്കുകയുള്ളൂ. ഇതൊരു വലിയ ചട്ടി ആയതുകൊണ്ട് ഞാനിതിങ്ങനെ നീളം കൂടിയത് ഈ രീതിയിൽ ഇങ്ങനെ അങ്ങ് അടുക്കി വെച്ചാൽ മതി. മറ്റൊരു രീതി കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനെൻ്റെ തൈകളെല്ലാം പിടിപ്പിക്കുന്നത് എങ്ങനെയാണ്, 1 2 ഇപ്പം നമുക്കിപ്പോൾ ഒരു കളർ തന്നെ പല ചട്ടിയിൽ കൂടുതൽ പൂക്കലുകളായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയില്ലേ. അപ്പോൾ ഒരു ചെടി ഒരു 4-5 ചട്ടിയിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഇങ്ങനെ അങ്ങ് നട്ടി വെക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെ അങ്ങ് വെക്കുന്നു. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ പാകി വെച്ചിരുന്ന കുറച്ച് തണ്ടുകളാണ്. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി ഇനി ചട്ടിയിലേക്കൊന്ന് നടുകയാണ്. ഇത് വേരൊക്കെ നന്നായിട്ട് അതിൻ്റെ അങ്ങ് ഇറങ്ങി ചകിരിയിൽ പിടിച്ച് കണ്ടില്ലേ. ഇത് ഒന്നുകിൽ നമുക്കിവിടെ വെച്ച് അടത്തിയെടുക്കാം, അതല്ലെങ്കിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്റ്റെമ്മ് വേരിങ്ങനെ വന്നത്, അപ്പോൾ സ്റ്റെം ഉൾപ്പെടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ അങ്ങ് പറയും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലെടുക്കാം. ഇത് ഞാൻ എടുക്കാനൊരിത്തിരി താമസിച്ചത് കൊണ്ടാണ് വേരൊക്കെ ചട്ടിയുടെ പുറത്തുകൂടി അങ്ങായി. കണ്ടില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ കാണിക്കാനുള്ളത് ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതാണ് നേരത്തെ, നമ്മൾ സ്റ്റെമ്മ് ഇതേ രീതിയിൽ നാട്ടി ചകിരിച്ചോറിനകത്ത് വെച്ചാലും വേരിറങ്ങുമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. കണ്ടില്ലേ വേര് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കിക്കീസ് ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കിക്കീസ് ഉണ്ടാക്കാനുള്ള മറ്റൊരു ടിപ്സ് കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഉറപ്പായല്ലോ ഇതേ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഇടണമെന്നില്ല, ഇതേ രീതിയിൽ ചകിരിക്കകത്ത് ഇതേപോലെ ചകിരിക്കകത്ത് ഇങ്ങനെ നാട്ടി വെച്ചാലും വേര് നന്നായിട്ട് ഇറങ്ങും. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വേര് പിടിച്ചതാണ്. കണ്ടോ, ഇതൊക്കെ നല്ല ശക്തിയുള്ള വേരുകൾ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാം, പക്ഷെ ഒന്നുകൂടി നല്ലത് സ്റ്റെമ്മോട് കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിനെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യും. സ്റ്റെമ്മിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഈ കിക്കീസൊക്കെ ഒന്ന് പോട്ട് ചെയ്യുകയാണ്. ഒന്ന് കാണിച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരാണ്. ഈ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ കെയർ കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ല ശക്തിയായിട്ട് വന്നോളും. ഇത് ഞാൻ കുറച്ച് ചകിരി, ആ സ്യൂഡോമോണസിലിട്ട ചകിരി തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കരിക്കട്ടയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. കരിക്കട്ട ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ അതൊന്ന് കഴുകി സ്യൂഡോമോണസിലിട്ട് ഒന്ന് ഉണങ്ങി എടുത്ത് വെക്കുന്നതാണ്. അപ്പം നമുക്ക് ജോലി വളരെ എളുപ്പമുണ്ടല്ലോ.
ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വേര് ഇതിൽ പിടിച്ചോളൂ. ഇത് ഞാൻ എൻ്റെ ഒരു ഓർക്കിഡ് ഒരു കളർ തന്നെ 2-3 ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ ചട്ടിയിൽ ഒരേ കളറുള്ള പൂക്കളാണെന്ന് പറഞ്ഞാലും നിൽക്കുന്നത് കാണാൻ ഭംഗിയല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമ്മുടെ ഒരു ചെടി എങ്ങനെയെങ്കിലും നശിച്ചു പോയി എന്ന് പറഞ്ഞാലും അതിൻ്റെ തന്നെ മറ്റൊരു ചെടി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുക്കീസെല്ലാം നട്ട് കഴിഞ്ഞു. ഇനിയും നമുക്ക് നമ്മൾ പാകിയിരിക്കുന്ന സ്റ്റെമ്മിനൊക്കെ പെട്ടെന്ന് കുക്കീസ് വരാനായിട്ട് മറ്റൊരു സൂത്രപ്പണി കൂടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കൂടി ഞാനൊന്ന് പറയാം. തണ്ടുകളൊക്കെ ഇങ്ങനെ പാകി വെറുതെ നമ്മളിങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തൈകളൊക്കെ പൊട്ടി വന്നിരിക്കും. അതല്ലാതെ ഞാൻ ചെയ്യുന്നത് നമ്മളിതിങ്ങനെ പാകി, ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളത് ഇത് ഗ്രീൻ കെയർ ആണ്, അതായത് ഗ്രോത്തിനുള്ള NPK ആണ്. അപ്പോൾ ഇതൊരു 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഞാനൊരു 5 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ മഴ സീസണാണ്, മഴയത്ത് ഞാൻ അങ്ങനെ വെക്കുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് നനച്ചു കൊടുക്കുക. അതുപോലെ 5 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഗ്രീൻ കെയർ അത് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. ഇത് ഞാൻ ഇതേ രീതിയിൽ സ്റ്റെമ്മ് നട്ട്, അതായത് ഒന്ന് ചകിരിച്ചോറിനകത്ത് വെച്ച് അതിൻ്റെ തൈ എടുത്ത് പോട്ട് ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, വളരെ ചെറിയ തൈയാണ്, പക്ഷേ അതിൽ വന്ന പൂക്കുല കണ്ടില്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തണ്ട് തന്നെയാണ്. അതുപോലെ ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് ഞാൻ പാകിയതല്ല, പോട്ടി മിക്സ് ഉണ്ടാക്കി അതിൽ തന്നെ ഇതേപോലെ നടുന്നതുപോലെ വെച്ചതാണ്. പക്ഷേ അതിലും ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, കുക്കീസ് വന്നിട്ടുണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള വേരുകളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നല്ല കണ്ടൻറ്റുള്ള അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.